കെ ന്യൂസിന്റെ വാരാന്ത്യ വാർത്താ വിശകലന പരിപാടിയായ മാപ്ര മാർക്കറ്റിലേക്ക് സ്വാഗതം. ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ മാസ്റ്റർ തൻ്റെ ശിഷ്യനോട് പറഞ്ഞതാണിത്. അയ്യോ മാറ്റിക്കോ മാറ്റിക്കോ, വണ്ടി റോട്ടിൽ നിന്ന് എങ്ങോട്ടേലും മാറ്റി ഒഴിച്ചു നിർത്തിക്കോ, ആ വരുന്ന വണ്ടി ഓടിച്ചു വരുന്നത് ഞാൻ പഠിപ്പിച്ചു വിട്ടവനാ, അവന്റെ വരവ് കണ്ടില്ലേ, അവൻ നമ്മളെയും കൊണ്ടേ പോകൂ എന്ന്. എതിരെ വരുന്നത് താൻ തന്നെ മുമ്പ് ഡ്രൈവിംഗ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്തു കൊടുത്തവനാണെന്ന് ഉറപ്പ് വരുത്തിയാവും മാസ്റ്റർ അങ്ങനെ പറഞ്ഞതില്ലേ? അതെ അതെ, താൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു വിട്ടവൻ റോഡിലൂടെ വണ്ടി ഓടിച്ചാൽ ഏത് സമയത്തും അപകടകാരിയാകുമെന്ന് ബോധ്യമുള്ളതിനാൽ എൻ്റെ ശിഷ്യനതാ നമ്മുടെ കാലനാകാൻ വരുന്നുണ്ടെന്ന് ആ ഗുരുനാഥൻ സത്യം വിളിച്ചു പറഞ്ഞതാ, മാറ്റിക്കോ മാറ്റിക്കോ എന്ന്. നമ്മുടെ കൺമുമ്പിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാട്ടുവണ്ടി പിരിവ് മാഫിയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ കണ്ടപ്പോൾ അന്നേ പറയണമെന്ന് തോന്നിയതാണിത്. നമ്മുടെ മാപ്ര മാർക്കറ്റ് അവിചാരിതമായ കാരണങ്ങളാൽ 2 ആഴ്ച മുടങ്ങിയതാണ് ഇത് പറയാൻ വൈകിയത്. ശരിയാണ്, താനും കൂടി ചേർന്ന് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു തൊഴിൽ താൻ കൂടെ ഉണ്ടായിരുന്ന കാലത്തിനേക്കാൾ മികച്ച രീതിയിൽ ആ തട്ടിപ്പിപ്പോൾ തന്നെ കൂടാതെ ആ പണി ഒറ്റക്ക് മറ്റു ചിലർ നടത്തിക്കൊണ്ടു പോകുന്നത് കാണുമ്പോൾ ഏതൊരുത്തന്റെ ഉള്ളില് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് പഴയ കാലത്തെ മികച്ച ഒരു പിരിവുകാരിൽ നിന്ന് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. അതെ അതെ, പാട്ടുവണ്ടി പിരിവ് നല്ലത് തന്നെയായിരുന്നു താനും കൂടി ഉണ്ടായിരുന്നപ്പോൾ. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി. തന്നെ കൂടാതെ തൻ്റെ ശിഷ്യന്മാർ പിരിച്ചടിച്ചു മാറ്റുന്നത് കണ്ടപ്പോഴുണ്ടായ ഒരു അസഹിഷ്ണുത അത്രമാത്രമായിരിക്കും ഈ പിരിവ് ഗുരുവിന്റെ വിഷമത്തിന് കാരണഭൂതമായത്. പിരിവെടുത്ത് കൊടുക്കാമെന്ന് കേട്ടറിഞ്ഞ് രോഗികളുടെ ബന്ധുക്കൾ പണ്ടൊക്കെ നന്മ മരങ്ങളായ പാട്ടുവണ്ടിക്കാരെ തേടി ഇറങ്ങിയല്ലായിരുന്നോ പതിവ്? മല മമ്മദിന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ മമ്മദ് മലയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുക എന്നതാണല്ലോ നടപ്പുള്ള കാര്യം. ഇപ്പോഴൊക്കെ പാട്ടുവണ്ടിക്കാർ രോഗികളെ തേടി ചെല്ലുന്നു എന്നതാണ് ഏറിയ കേസിലും സംഭവിക്കുന്നത്. അതും രോഗിക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി തുക പിരിച്ചു നൽകാമെന്നാണ് അവർക്ക് നൽകുന്ന വാഗ്ദാനം. സത്യമാണ്, ആരെങ്കിലും പിരിച്ചെടുത്ത് എന്തെങ്കിലും കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവവചനമാണ്. എന്നാൽ പിരിവ് മാഫിയയ്ക്ക് രോഗിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി പദ്ധതിയൊക്കെ പിരിവ് മാഫിയ സ്വയം തയ്യാറാക്കും. കേന്ദ്രമന്ത്രി, സംസ്ഥാന മന്ത്രി, ജില്ലാ കളക്ടർ, പോലീസ് ജില്ലാ മേധാവി, ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരുടെയും സമ്മതപത്രം ഒപ്പം സീലും സഹിതം പിരിവ് തൊഴിലാളികൾ സംഘടിപ്പിക്കും. ഒരു രോഗിക്ക് പിരിവെടുത്ത് സഹായിക്കുന്നതിന് പിന്തുണയും അനുവാദവും നൽകി ഏതു കടലാസിലും ഒപ്പിട്ട് കൊടുക്കാത്ത ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ നാട്ടിലുണ്ടാവില്ല. അഥവാ കൊടുക്കാത്തവർ ആരാണെങ്കിലും അവരുടെ ഒപ്പ് ആവശ്യമുള്ള എല്ലാ കടലാസിലും ഇട്ട് സീലും പതിപ്പിച്ച് കൊടുക്കുന്നവരും ഈ പിരിവ് മാഫിയകളുടെ ഭാഗമാണ്. അതൊക്കെയാണല്ലോ ഈ മാഫിയ നടത്തുന്ന യഥാർത്ഥ പുണ്യപ്രവൃത്തി. രാജ്യം മുഴുവൻ പിരിക്കാൻ ആ കടലാസ് മാത്രം മതി. ആ കടലാസിൽ ആരുടെയും കള്ള ഒപ്പാണോന്നും ഇങ്ങനെ ഒരു രോഗി ഇപ്പോഴും ഉണ്ടോ എന്നൊന്നും ഇത്ര നല്ലൊരു പ്രവൃത്തി നടക്കുന്നതിനിടയിൽ ആരും സംശയിക്കുക പോലുമില്ല. പാട്ടുവണ്ടികൾ രാജ്യം മുഴുവൻ ഓടുന്നു, പിരിക്കുന്നു. പിരിക്കുന്നവർ പെട്രോളിനുള്ള പണം മാത്രം പിരിവ് തുകയിൽ നിന്ന് കൈപ്പറ്റി ബാക്കി അങ്ങനെ തന്നെ രോഗിയുടെ പ്രധാന ബന്ധുവിനെ ഏൽപ്പിക്കുന്നു എന്നാണ് വെയ്പ്പ്. എന്തു നല്ല നന്മമരങ്ങള്! രോഗിയെ അവയവ മാറ്റത്തിനോ ചികിത്സക്കോ അഡ്മിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകാർ ഇടനിലക്കാർ കൂടിയായ ഈ പിരിവാർക്ക് 10 പൈസ കമ്മീഷനായി കൊടുക്കുന്നില്ലെന്നാണ് ഇവർ ആണയിട്ട് പറയുന്നത്. മാത്രമല്ല പിരിവുകാരും പിരിവ് തുകയിൽ നിന്ന് ഒരു 10 പൈസ പോലും കൈപ്പറ്റുന്നുമില്ലത്രേ. ഇതല്ലേ യഥാർത്ഥ പാട്ടുവണ്ടി പിരിവ് മാഫിയക്കാരുടെ ഒരു സൽപ്രവൃത്തി? പിന്നെ നക്കാപ്പിച്ച വരുമാനമോ ഒരു ഗതിയോ പരഗതിയോ ഇല്ലാതിരുന്ന പാട്ടുവണ്ടി പിരിവുകാർക്ക് ഇപ്പോൾ 2 നില വീടുണ്ടോ, കാറുണ്ടോ, പിരിവിന് പോകാനും അല്ലാത്തതിനുമെല്ലാമായി വണ്ടികൾ എത്രയുണ്ട്, റബ്ബർ തോട്ടമുണ്ടോ, നീക്കിയിരിപ്പായി ബാങ്ക് ബാലൻസ് എത്ര കോടിയുണ്ട് എന്ന ചോദ്യത്തിനൊക്കെ വല്ല പ്രസക്തിയുമുണ്ടോ? ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, ആശുപത്രി നടത്തിപ്പുകാർ എന്നിവരെ പോലൊക്കെ തന്നെ അവരുടെ തുടക്കകാല ആസ്തിയും ഇപ്പോഴത്തെ ആസ്തി റിപ്പോർട്ടും പഠിക്കാൻ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനമോ ഇഡിയോ കെഡിയോ ഒന്നും തയ്യാറാവുന്നില്ലല്ലോ. അപ്പോ പിന്നെ ഈ നിഷ്കാമ കാർമ്മികളായ പാട്ടുവണ്ടിക്കാരുടെ ആസ്തികളൊക്കെ അളക്കാനുള്ള ചിലരുടെ ഓരോരുത്തരുടെ ആഗ്രഹവും വെറും വ്യാമോഹം മാത്രമേ ആകത്തുള്ളൂ. ഏതായാലും പണ്ടൊക്കെ രാജ്യത്ത് എവിടെ പോയി നിന്നും
കരുവാരകുണ്ടുകാരനാണെന്ന് പറയാൻ ഒരു അഭിമാനമായിരുന്നു. ലോകത്തോളം കരുവാരകുണ്ടിൻ്റെ പേരും പെരുമയും ഉയർത്തിയ മഹത് വ്യക്തിത്വങ്ങളും നമ്മുടെ നാടിൻ്റെ ചില സവിശേഷതകളുമായിരുന്നു കരുവാരകുണ്ടെന്ന നന്മ നിറഞ്ഞ ഈ നാടിൻ്റെ പേരിനും പെരുമയ്ക്കുമെല്ലാം കാരണമായത്. ആ പേരും പെരുമയൊന്നും ഈ പാട്ടുവണ്ടി തിരുടന്മാർ തകർത്താൽ തകരുമോ? പ്രശസ്തനായ ഒരു ചിത്രകാരൻ പരമകാരുണ്യകനായ യേശുവിൻ്റെ മുഖം വരയ്ക്കാൻ വേണ്ടി സദ്ഗുണസമ്പന്നനായ ഒരു വ്യക്തിയെ അന്വേഷിച്ച് നടന്ന് അവസാനം ഒരുത്തനെ കണ്ടെത്തി. അങ്ങനെ അയാളെ മോഡലാക്കി നിർത്തി ശാന്തസുന്ദരവും നന്മയുടെ പ്രതിരൂപവുമായ ദയാപരനായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം അയാൾ വരച്ചു. പിന്നീട് വർഷങ്ങളുടെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത ക്രൂരനും പൈശാചികതയുടെ മൂർത്തിഭാവവുമായ യൂദാസിന്റെ ചിത്രം വരയ്ക്കുന്നതിന് യോജിച്ച ബീഭത്സ മുഖഭാവമുള്ളൊരുവനെ ആ ചിത്രകാരന് കണ്ടെത്താനായത്. യൂദാസിന്റെ ചിത്രത്തിന് മോഡലായി നിൽക്കാൻ അയാൾ വൻ പ്രതിഫലം ആവശ്യപ്പെട്ടു. ചിത്രകാരനുമായി തുകയുടെ കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ അയാൾ പറഞ്ഞത്രേ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ പിടിച്ചു നിർത്തി എന്നെ മോഡലാക്കി യേശുവിൻ്റെ മുഖം വരച്ചു. അന്ന് നീ എനിക്ക് പ്രതിഫലമായി തന്ന അനർഹമായ വൻ തുക മുടക്കി ഞാൻ ലോകത്തുള്ള എല്ലാ വൃത്തികേടുകളും ചെയ്ത് ശീലിച്ചു. അങ്ങനെയാണ് യൂദാസിന് ചേർന്ന തരത്തിൽ എൻ്റെ മുഖം ഇങ്ങനെ വികൃതവും സ്വഭാവം ഇങ്ങനെ ക്രൂരവുമാകാൻ ഇടയായത്. എന്തായാലും നമ്മുടെ നാടിന്റെ പേര് മോശമാക്കാൻ ഇടവരുത്തുന്ന പാട്ടുവണ്ടി മാഫിയക്ക് പൂട്ടിടാൻ തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഭരണാധികാരിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ രോഗികളുടെ പേര് പറഞ്ഞ് പിരിക്കുന്ന പണം കൊണ്ട് മാളിക വീടുണ്ടാക്കി അതിൽ കിടന്നുറങ്ങുന്നത്? അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സ്വന്തം മക്കൾക്ക് എങ്ങനെയാണോ തിന്നാൻ കൊടുക്കുന്നത്? എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി കുറെ കാലം മുന്നേ തോന്നാതിരുന്നതെന്ന് ഒരു പാട്ടുവണ്ടി പിരിവുകാരൻ കൂട്ടുകാരനോട് ചോദിച്ചത്രേ. ചെവിയുണ്ടെങ്കിൽ കേൾക്ക്, കണ്ണുണ്ടെങ്കിൽ കാണ്, പറ്റുമെങ്കിൽ ഒന്ന് നന്നാവടോ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആറ്റു നോറ്റിരുന്ന് ഇടതു മുന്നേറ്റ നെറുകൻ തലക്ക് ഒരടി കൊടുക്കാൻ പറ്റിയ ആയുധം കയ്യിൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം UDF. 2 മന്ത്രിമാരുടെയെങ്കിലും രാജി ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു മദ്യനയ സംബന്ധമായി അവിചാരിതമായി വീണ് കിട്ടിയ ബാറുടമകളുടെ സംസ്ഥാന നേതാവിൻ്റെ ശബ്ദ സന്ദേശം കേട്ടവരൊക്കെ കരുതിയത്. ആഞ്ഞ് ഓങ്ങി LDFന്റെ മൂർധാവിൽ തന്നെ അടികൊടുക്കാൻ UDF നേതൃത്വം തീരുമാനിച്ചത് തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് മുതൽ സകരമാന മുള്ളു മുരിക്ക് മൂർഖൻ പാമ്പ് വരെയുള്ള ചോട്ടാ നേതാക്കന്മാരും മാധ്യമ സിംഹങ്ങളും ഒത്തുപിടിച്ച് സംഗതി ഒരുവിധം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അന്ത്യോളം വെള്ളം കോരി അവസാനം കുടമുടച്ചു എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കുട്ടിപ്പട്ടാളക്കാരായ KSU യോദ്ധാക്കൾ കള്ളിന്റെ പേരിൽ തന്നെ അവരുടെ ക്യാമ്പിൽ ഒരു കലാപം അഴിച്ചുവിട്ട് ആകെ നാറ്റക്കേസാക്കിയത്. ചോര കൊടുത്തും നീര കൊടുത്തും പടുത്തുയർത്തിയ പ്രസ്ഥാനം എന്നാണല്ലോ KSU ചക്കന്മാർ വിളിച്ചിരുന്ന മുദ്രാവാക്യം. അതങ്ങനെ അവർ തന്നെ അന്വർത്ഥമാക്കി. നോട്ട് എന്ന മെഷീൻ ഇന്നലെ രാത്രി അപ്പൻ മാണിസാറ് കയ്യിൽ കൊണ്ട് തന്നിട്ട് പിണറായിക്ക് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു എന്നും അതുകൊണ്ട് ഇതിനി നിങ്ങൾക്ക് ആവശ്യം വരുമെന്നും ഇനി ഈ മെഷീൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പിണറായി വിജയനോട് പറയുന്ന ജോസ്മോൻ നോട്ട് എന്ന മെഷീനുമായി നിൽക്കുന്ന ചിത്രമടങ്ങുന്ന ട്രോളുകൾ കണ്ട് കേരളക്കര ശരിക്കും ട്രോളന്മാരെ സ്തുതിച്ചുപോയി. മദ്യനയ ചർച്ചകളിൽ ഇനി എന്തു പറയേണ്ടു എന്നറിയാതെ പകച്ചുപോയ മാണി കേരള കോൺഗ്രസുകാരെ കണ്ടപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേ രാമൻ നായരെ എന്ന് മമ്മൂട്ടിയുടെ അഡ്വക്കേറ്റ് നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം നരസിംഹം എന്ന സിനിമയിൽ കോടതിയിലെ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന നടൻ TP മാധവൻ എന്ന രാമൻ നായരോട് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അരനൂറ്റാണ്ട് കാലം MLA-യും അതിൽ 1/4 നൂറ്റാണ്ട് കാലം മന്ത്രിയുമായിരുന്ന കേരളക്കര മാണി സാർ എന്ന് മാത്രം വിളിച്ചിരുന്ന കുഞ്ഞുമാണി എന്ന KM മാണിയെ 1 കോടി രൂപയുടെ ബാർ അഴിമതിയുടെ പേരിൽ കോഴമാണി എന്ന് പേര് ചാർത്തിക്കൊടുത്ത് കെടാത്ത തീയുള്ള ചാകാത്ത പുഴുവിനിട്ട് കൊടുത്തവർ 25 കോടിയുടെ കോഴക്കുരിക്കഴിക്കാൻ എടങ്ങാറായി നിൽക്കുമ്പോൾ സഹതാപം തോന്നുന്നത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനോട് മാത്രമാണ്. അറബിക്കഥ എന്ന സിനിമയില് ശ്രീനിവാസൻ കക്കൂസിൽ കയറി വാതിലടച്ച് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ ഇടത് ക്യാമ്പിലെ ആരും കാണാതെ അവരുടെ കൂടെ നിന്നൊരൽപ്പം മാറി നിന്ന് ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നില്ലേ എന്ന് ജോസ് കെ മാണിയോട് മാപ്രയും ചോദിക്കുകയാണ്.
ഇനി പറയുന്ന വാർത്ത കേട്ട് ആരും ചിരിക്കണ്ട. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ സാമൂഹിക പെൻഷൻ ഇനത്തിൽ 7,48,200 രൂപ പരേതർ വാങ്ങിപ്പോയത്രേ. വാർദ്ധക്യകാല പെൻഷൻ ഇനത്തിൽ മാത്രം പരേതർ 6,61,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിധവാ പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ, 50 കഴിഞ്ഞ അവിവാഹിതരായ അവർക്കുള്ള പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷൻ എല്ലാം എന്നോ മരിച്ച് മൺമറഞ്ഞവർക്ക് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. അനർഹമായി കൈപ്പറ്റിയ തുക പരേതരിൽ നിന്ന് തന്നെ തിരികെ പിടിക്കാൻ നിർദ്ദേശവുമുണ്ട്. പണം തിരികെ വാങ്ങാൻ ഉദ്യോഗസ്ഥർ പരേതരെ തെരഞ്ഞു നടക്കുന്ന കാര്യമോർത്ത് വാർത്ത വായിച്ചപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ചിരിച്ചു. ഇത്തരത്തിൽ കൈമാറാൻ നീക്കിവെച്ച 24,79,000 രൂപ ഓഡിറ്റിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളത് തെല്ലൊരു ആശ്വാസം പകരുന്നുണ്ട്. ഭാഗ്യം. അതും കൂടി പരേതർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ഓഫീസിൽ പണിയെടുക്കാനേ സമയമുണ്ടാവില്ലായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന കൊല്ലം കുണ്ടറ കിഴക്കേക്കല്ലട സൗത്ത് സഹകരണ ബാങ്കിലൂടെ മരിച്ചവർ വന്ന് നേരിട്ട് പെൻഷൻ വാങ്ങിയതായും രേഖകൾ പുറത്തു വന്നിരുന്നു. കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ബാങ്കിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ബാങ്കിനെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് ഓഡിറ്റിംഗ് വിഭാഗം ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്. 67,600 രൂപയാണ് ഇപ്രകാരം വിതരണം ചെയ്തിരിക്കുന്നത്. ഈ തുക തിരികെ പിടിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിഴക്കേ കല്ലട കൊടുവിള പള്ളിയാളിൽ വീട്ടിൽ തങ്കമ്മ 2020 ഫെബ്രുവരി 31-നാണ് മരിച്ചത്. മരിച്ചവർ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിലും പൊതു തിരഞ്ഞെടുപ്പുകളിലും ഒക്കെ രഹസ്യമായി വന്ന് വോട്ട് ചെയ്ത് വെറും കൈയോടെ മടങ്ങിപ്പോകുന്ന പതിവ് രീതിയിൽ നിന്ന് വിട്ട് വട്ടച്ചിലവിനും വണ്ടിക്കൂലിക്കുമെല്ലാം ക്യാഷ് തരപ്പെടുത്തിയാണ് അവർ മടങ്ങിയത് എന്നൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ. പണ്ട് പെരിന്തൽമണ്ണ DYSP ആയിരുന്ന ധനതന്റെ അടുത്ത് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൈകൂപ്പി കരയുന്ന ഒരു ചിത്രം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ല, എന്താണ് ആ സംഭവം? ധനതന്റെ അത് കോപ്പറേറ്റീവ് ബാങ്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് ധനതൻ ഇങ്ങനെ മസിലൊക്കെ പിരിച്ചിങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ പയ്യൻ, ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഭയങ്കര കരച്ചില്, സാറേ ഇപ്രാവശ്യം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പറ്റിച്ചു, അച്ഛൻ വന്ന് വോട്ട് ചെയ്തു പോയി. അതിനെന്താടോ അച്ഛൻ വന്ന് വോട്ട് ചെയ്ത് പോകുന്നതിനെന്താടോ കുഴപ്പം? ധനതൻ സാറ് ചോദിക്കുകയാണ്. അല്ല സാറേ, 10 കൊല്ലമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അച്ഛനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും അച്ഛൻ വന്ന് വോട്ട് ചെയ്തു പോകും, ഞങ്ങളെ അമ്മ വീട്ടിൽ കാത്തിരിക്കുകയാണ് സാറേ. ഇപ്പം ഈ പയ്യൻ പറഞ്ഞ് കരയാണ്. ആയിക്കോട്ടോ, അതിനെന്താ, നമുക്ക് അതിനെന്തെങ്കിലും വരുന്നുണ്ടാക്കാം. അതല്ല സാറേ, 12 കൊല്ലം മുന്നേ മരിച്ചുപോയ എൻ്റെ അച്ഛനാണ് ഇപ്രാവശ്യം വന്ന് വോട്ട് ചെയ്തു പോയത് എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരൻ വീണ്ടും കരയാണ്. ആജാനബാഹുവായ ധനതൻ സാറ് സ്ഥലകാല ബോധം മറന്ന് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ പിന്നെ കണ്ടത്. കള്ളവോട്ടിന്റെ കഥ. ഇപ്പോഴൊക്കെ ബാങ്കിലെ CCTV ക്യാമറയിൽ പെടാതെ പരേതർ എത്ര വിദഗ്ധരായിട്ടാവും വന്ന് പെൻഷൻ ക്യാഷ് എണ്ണി വാങ്ങി മുങ്ങിയത്. കുഞ്ഞിരാമന്റെ പൊടുക്കൈ എന്നൊരു കഥ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പണ്ട് OP ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പഠിപ്പിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തിനാ പറഞ്ഞു കേൾക്കുന്നത്? താങ്കളും ആ പാഠം പഠിച്ചിട്ടില്ലേ? ഏതെങ്കിലും കഥ ഒന്ന് കേൾക്കട്ടെ. കഥ ഇങ്ങനെയാണ്. പണ്ടൊരു ഗ്രാമത്തില് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാളെ വീടിനടുത്ത് ഒരു ധനവാൻ, വളരെ പിശുക്കനായ ഒരു ധനവാനും താമസിച്ചിരുന്നു. ഈ കുഞ്ഞിരാമൻ ഒരു ദിവസം അയാളുടെ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പം ഈ ധനവാന്റെ വീട്ടിൽ ചെന്ന് ഒരു പാത്രം കടം ചോദിച്ചു, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ധനവാൻ ആ പാത്രം കുഞ്ഞിരാമന് കൊടുത്തു വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിരാമൻ ഈ മുതലാളിയോട് മേടിച്ച പാത്രവും അതിൻ്റെ കൂടെ ഒരു ചെറിയ പാത്രവും സഹിതം തിരിച്ചു കൊണ്ടേ കൊടുത്തു. അപ്പോൾ ധനവാൻ ചോദിച്ചു, എന്താടാ കുഞ്ഞിരാമ ഇതിൻ്റെ കൂടെ ഒരു പാത്രം എന്ന്. അപ്പോൾ കുഞ്ഞിരാമൻ പറഞ്ഞു, മുതലാളി നിങ്ങളുടെ പാത്രം കഴിഞ്ഞ ദിവസം പ്രസവിച്ചു, അപ്പോൾ ആ കുട്ടി നിങ്ങൾക്കുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഈ 2 പാത്രവും ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി, ഇവനൊരു പൊട്ടനാണല്ലോ എന്നോർത്ത് അയാൾ വളരെ സന്തോഷിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ കുഞ്ഞിരാമൻ മുതലാളിയുടെ അടുത്ത് വീണ്ടും ഒരു പാത്രം ചോദിക്കാൻ ചെന്നു. അപ്പോൾ ഒരു വലിയ പാത്രമാണ് ആവശ്യപ്പെട്ടത്. നല്ല വലിയ ചെമ്പിന്റെ പാത്രം വീട്ടിൽ നിന്ന് നല്ല സന്തോഷത്തോടു കൂടി ധനവാൻ കുഞ്ഞിരാമന് കൊടുത്തു വിട്ടു. കുഞ്ഞിരാമൻ വീട്ടിലേക്ക് പോയി. കുറേ ദിവസം കഴിഞ്ഞിട്ടും കുഞ്ഞിരാമനെ തിരികെ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് ഈ ധനവാൻ കുഞ്ഞിരാമന്റെ വീട്ടിൽ ചെന്നു. എന്താടാ കുഞ്ഞിരാമ എൻ്റെ പാത്രം തിരികെ കൊണ്ടുതരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിരാമൻ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, മുതലാളി നിങ്ങളുടെ പാത്രം മരിച്ചുപോയി.
പാത്രം മരിക്കേ? ധനവാൻ ചോദിച്ചു. ആ മുതലാളി കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ച പാത്രമല്ലേ, ഇപ്രാവശ്യം അത് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പാത്രം പ്രസവിക്കുകയും മരിക്കുകയും ചെയ്ത പോലെ മരിച്ചുപോയവർക്ക് വോട്ട് ചെയ്യാനും പിന്നെ അവരുടെ കെട്ടിക്കിടക്കുന്ന പെൻഷൻ തുക കൂടി വാങ്ങിയെന്ന്, അതായത് വോട്ട് ചെയ്യുന്ന പരേതർ അവരുടെ പെൻഷൻ കാശ് വാങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ എന്താ ആലോകരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു വിഷമം? മരിച്ചവരുടെ പെൻഷൻ ആരോ വാങ്ങിയെടുത്തെന്ന ആരോപണത്തെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ മതിയോ? ലീഗിന് മേൽക്കോയ്മയുള്ള എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യാതെ വിദ്യാർത്ഥികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകരും മാനേജ്മെന്റും ചേർന്ന് കള്ള ഒപ്പിട്ട് 1 കോടിയിൽ പരം രൂപ ശമ്പളമായി തട്ടിയെടുത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണ്ടേ? അത് വളരെ വിശദമായി തന്നെ പറയണം. അത് മാത്രം പോരാ, ഗുണ്ടകളുടെ വീട്ടിൽ അന്തിയുറങ്ങുന്ന വലിയ പോലീസ് സേവാന്മാരുടെയും അത്തരക്കാർക്ക് കുടപിടിക്കുന്ന ആഭ്യന്തര മന്ത്രിയെ കുറിച്ചും പിന്നെ അതിരപ്പള്ളിയിൽ ഒരു മാപ്രയെ അർദ്ധരാത്രി വീട് കയറി പിടിച്ചിറക്കി കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച പോലീസ് വനം വകുപ്പ് കൂട്ടുകെട്ടിനെ കുറിച്ചും എല്ലാം അടുത്ത മാപ്ര മാർക്കറ്റിൽ നമുക്ക് വിശദമായി പഠിച്ചു തന്നെ പറയാം. ഈ ആഴ്ചയിലെ മാപ്ര മാർക്കറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബീസ്മാർട്ട് അബാക്കസ് 9447164411.